പി തുടരുക. ഇപ്പോൾ ബൈജു ചന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബൈജു ചന്ദ്രൻ, മലയാളികളുടെ പ്രിയപ്പെട്ട സലീം കുമാർ യാത്രയായിരിക്കുന്നു. സലീം കുമാറിനെ കുറിച്ച് പറയുമ്പോൾ സലീം കുമാറിന് സ്വന്തമായൊരു ശൈലി ഉണ്ടായിരുന്നു. അത് മറ്റാരിൽ നിന്നും സലീം കുമാർ അനുകരിച്ചതുമല്ല, അതിനി മറ്റാർക്കും അനുകരിക്കാൻ കഴിയുന്നതുമല്ല. അത്രയും അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി, ജനങ്ങളെ ആകർഷിക്കുന്ന, ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശ്രീ ബൈജു ചന്ദ്രൻ. അല്ല, സലീം കുമാറിനെ കുറിച്ച് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഈ ഹാസ്യവേഷങ്ങളിൽ വരുന്ന നടന്മാർക്കെല്ലാം അവരെ കുറിച്ചൊക്കെ നമുക്കിത് ഇതേ കാര്യം പറയാമെന്ന് തോന്നുന്നു. അവര് വാസ്തവത്തിൽ ഹാസ്യരംഗങ്ങളിൽ പെർഫോം ചെയ്യുന്നതിനേക്കാളും മികവ് അവർക്ക് കിട്ടുന്ന മറ്റ് വേഷങ്ങളിൽ, ചിലപ്പോൾ നായക തുല്യമായ വേഷങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടർ റോൾസ് എന്ന് പറയുന്ന വേഷങ്ങളൊക്കെ അടൂർഹാസ്യം മുതൽ ഇങ്ങോട്ട് എടുത്താൽ അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നതാണ് കാണിച്ചിട്ടുള്ളത്. സലീം കുമാർ അതിന്റെ ഒരു നല്ല ഉദാഹരണമാണ്. അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയ വേഷം ഉൾപ്പെടെ, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു ഇതായിട്ട് വന്നു പോകുന്ന ഹാസ്യമല്ലാത്ത, അല്ലെങ്കിൽ ഹാസ്യം അഭിനയിക്കാൻ വന്നിട്ട് പോലും നമുക്കൊരു വളരെ സീരിയസ് ആണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ചില ഇൻട്രസ്റ്റ് ചെയ്യുന്ന വേഷങ്ങളുണ്ട് സലീം കുമാറിന്. അത് ഹാസ്യമായാലും ശരി, അത് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ, അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അത് ഈ രണ്ട് വേഷങ്ങളിലും മികവ് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞ ഒരു നടനാണ് സലീം കുമാർ. അത് നമുക്ക് ആ രീതിയിൽ നോക്കുമ്പോൾ സലീം കുമാറിന്റെ പൊട്ടൻഷ്യൽ ഇനി ഒരുപാട് റോളുകളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു നടനായിരുന്നു. അത് വളരെ അകാലത്തിലാണ് അദ്ദേഹം വിട്ടുപോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ് വേഷങ്ങൾ ഒരുപാട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മികച്ച ദേശീയ പുരസ്കാരം വരെ അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ മലയാളി അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഒരുപക്ഷെ അദ്ദേഹത്തെ സഹായിച്ചത്, അതിൽ പ്രധാനമായതൊക്കെ ഒരുപക്ഷെ ഈ മിമിക്രി വേദികളിലെ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയവും അതിലെ ഒരു മെയ്വഴക്കവും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ കൗണ്ടർ ഡയലോഗുകൾ പറയുന്നതിൽ, പ്രേക്ഷകരുടെ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കി അഭിനയിക്കുന്നതിലൊക്കെ ആ മിമിക്രി ജീവിതവും ആ സ്റ്റേജ് കാലവും സലീം കുമാറിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ ശ്രീ ബൈജു ചന്ദ്രൻ? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അതിന്റെ തുടക്കത്തിൽ സലീം കുമാറിനെ ആ കാലത്തൊക്കെ ചില സ്റ്റേജ് പ്രോഗ്രാമുകളിലും ടെലിവിഷനിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന കാലത്ത്, സിനിമയിൽ ഒരു മേജർ റോളൊന്നും ചെയ്യായിരുന്ന കാലത്തൊക്കെ കാണുമ്പോൾ ഒരു വാസ്തവത്തിൽ സിനിമയിൽ വന്നാൽ ശോഭിക്കുമോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാര്യം വളരെ മെലിഞ്ഞ രൂപം, ഒരു സിനിമയ്ക്ക് പറ്റിയ ഒരു രൂപഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോൾ പോലും ഈ നർമ്മരസം എന്ന് പറയുന്ന ഒരു കാര്യം, ഈ വളരെ ഇമ്പൾസീവായിട്ട്, വളരെ സ്വാഭാവികമായിട്ട് വരുന്ന നർമ്മം, അനുകരണമല്ല. അനുകരണം ഒരു ഭാഗത്ത്, അനുകരണ കലയാണ് മിമിക്രി എന്ന് പറയുന്നത്. അതിനപ്പുറമായിട്ട് ചില സിറ്റുവേഷൻസ് അവതരിപ്പിക്കുക, അത് നർമ്മരസത്തിലൂടെ അവതരിപ്പിക്കാനുള്ള അസാധാരണമായ ഒരു കഴിവുണ്ടായിരുന്നു സലീം കുമാറിന്. അത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതാണ് സിനിമയിൽ വന്നപ്പോൾ സലീം കുമാറിനെ സഹായിച്ചത്. അല്ലാതെ അനുകരണ കലയല്ല. അനുകരണ കല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അനുകരിച്ച് ആരെങ്കിലും അനുകരിച്ചതിൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ സലീം കുമാറിൻ്റെതായ ഒരു ശൈലി കണ്ടെടുത്ത് അത് സിനിമയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതാണ് സലീം കുമാറിന്റെ വിജയത്തിന്റെ രഹസ്യം. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ബൈജു ചന്ദ്രൻ നമ്മളോടൊപ്പം സലീം കുമാറിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയെയും കുറിച്ച് ഓർക്കുകയായിരുന്നു.